അപ്പോൾ നെന്മാറയും വല്ലങ്ങിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലിനെ വരവേൽക്കാനായിട്ട്. അപ്പോൾ ഇന്ന് പന്തൽ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അങ്ങനെ നമ്മുടെ നെന്മാറ വല്ലങ്ങി വേലയും വന്നെത്തി. മീനമാസം 20-ാം തീയതി നെന്മാറക്കാരും വല്ലങ്ങിക്കാരും മത്സരിച്ച് നടത്തുന്ന വേല. ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് ഈ വേല ഇത്രയും ഫേമസ്. എന്തായാലും ഇന്ന് പന്തൽ കാണാൻ വന്നിട്ടാ. രാവിലെ 7:30 നെന്മാറയിലെത്തി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നെന്മാറ ദേശക്കാരൻ്റെ പന്തലാണ് കാണിക്കുന്നത്. എന്തായാലും ഈ പന്തൽ അടിപൊളി, അപ്പോൾ അതുപോലെ തന്നെ ഒരു രക്ഷയില്ല. എന്തായാലും ഇന്ന് രാത്രി കൂടെ വന്ന് നോക്കണം. വൈകിട്ടുള്ള ആ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ സെറ്റപ്പേ മാറും. ഇന്ന് രാത്രി മുതൽ എന്തായാലും നല്ല തിരക്കായിരിക്കും. കാരണം ഇന്ന് രാത്രി ലൈറ്റ് ഇടും. അതുപോലെ തന്നെ ആനച്ചമയുണ്ട്, ആനച്ചമയത്തിൻ്റെ പ്രദർശനം, പിന്നെ കരിവേല, പിന്നെ അവിടെ ഒരു ബോർഡ് കണ്ടു, പാണ്ടിമേളം. അപ്പോൾ എന്തായാലും ഇന്നു മുതൽ അടിപൊളി. പിന്നെ കച്ചവടക്കാരൊക്കെ എത്തിയിട്ട് നല്ല കളറായിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരാണ്. എല്ലാവരും വേഗം സ്ഥലം പിടിക്കാനുള്ള ധൃതിയിലാണ് ഈ കച്ചവടക്കാരെല്ലാം. പിള്ളേരെ പിടിക്കാനുള്ള ഐറ്റംസാണ് കൂടുതലും. ഇപ്പം മൊത്തത്തിൽ ഒരു വേനൽ അവധിയോടെയാണല്ലോ. വേനൽ അവധിൻ്റെ തുടക്കത്തിൽ തന്നെ നെന്മാറ വല്ലങ്ങി വേല. എന്തായാലും വന്നിട്ട് ഒന്നും വാങ്ങാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ ഞാൻ ഒരു മുളം പൂ വാങ്ങി, മല്ലികപ്പൂ. എന്തായാലും വന്നതല്ലേ, ഒന്ന് അമ്പലം കണ്ടിട്ട് തൊഴുതിട്ട് പോവാം. ഈ അമ്പലത്തിലാണ് നെന്മാറ വല്ലങ്ങി വേല നടക്കുന്നത്. ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇവിടുത്തെ രാവിലത്തെ വൈബ് തന്നെ വേറെ ലെവലാണ്. കാരണം പാടങ്ങൾക്ക് നടുക്കാണ്. ഇതിനടുത്തൊരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്ന് നമുക്ക് വല്ലങ്ങിക്കാരൻ്റെ പന്തലും കാണാം. ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് മനോഹരമാണ്. ആ ദൂരെ ഒരു മല കാണുന്നില്ലേ, അതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. ഞാനിതുവരെയ്ക്ക് പോയിട്ടില്ല. ആളുകളൊക്കെ അവിടേക്ക് നോക്കി തൊഴുതുന്നത് കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചാണ്. അപ്പോഴാണ് അറിയുന്നത് അതൊരു അയ്യപ്പ ക്ഷേത്രമാണെന്ന്. കോട്ടമലയും വാമലയൊക്കെ പോലെ. ഇത് ശനിദോഷം മാറാനുള്ള ഒരു വഴിപാടാണ്. ഈ ദീപം തലയ്ക്കുമീതെ ചുറ്റിയിട്ട് അവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശനിദോഷമെല്ലാം അതോടെ തീരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ നേരെ വല്ലങ്ങിൻ്റെ പന്തൽ കാണാൻ പോയി. ഇപ്പോൾ വല്ലങ്ങിൻ്റെ പന്തൽ കാണാൻ ഒരു തിരക്കില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വല്ലങ്ങിൻ്റെ പന്തലും ഒരു രക്ഷയില്ല, മനോഹരം. എന്തായാലും ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വരണം ഇത് ലൈറ്റ് ഇട്ട് കാണാൻ. എന്തായാലും നെന്മാറ വല്ലങ്ങി വേലിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും കാണാം. അപ്പോൾ വേലയ്ക്ക് വരുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടോളൂ, നോക്കാലോ ആരൊക്കെ ഉണ്ടെന്ന്.